റഷ്യയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ആക്രമണമാണ് ഇപ്പോൾ റഷ്യ നേരിട്ടിരിക്കുന്നത്. ഉക്രൈൻ ഈ യുദ്ധത്തിൽ ജയിക്കുമോ? അല്ല, എനിക്ക് സത്യത്തിൽ ഉക്രൈൻ ജയിക്കുമെന്നല്ല, എനിക്ക് വല്ലാത്ത ഭയമാണ്. കാരണം റഷ്യയിലൊക്കെ ഇപ്പോൾ ഒരു കാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട്. റഷ്യയിലല്ല, വിദേശ മാധ്യമങ്ങളിലൊക്കെ ഓൾ ഐസ് ഓൺ പുടിൻ, എല്ലാ കണ്ണുകളിലും പുടിനിലേക്കെന്ന് പറഞ്ഞു. കാരണം റഷ്യൻ മാധ്യമങ്ങൾ ഇപ്പോൾ വിശേഷിപ്പിക്കുന്നത് ഇന്നലെ ഉക്രൈൻ നടത്തിയ ഡ്രോൺ ആക്രമണം റഷ്യൻ പേൾ ഹാർബർ എന്നാണ് പറയുന്നത്. പേൾ ഹാർബറിനെ കുറിച്ച് നമുക്ക് പറയാം. പേൾ ഹാർബർ എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വ്യോമാക്രമണം 1941 ജപ്പാൻ അമേരിക്കയ്ക്ക് നേരെ നടത്തിയാണ്. പേൾ ഹാർബർ ദ്വീപ്, ഹവായ് ദ്വീപ സമൂഹത്തിലാണ് പേൾ ഹാർബർ തുറമുഖം ഉണ്ടായിരുന്നത്. പേൾ ഹാർബർ തുറമുഖത്തിലേക്ക് നൂറുകണക്കിന് ജാപ്പനീസ് വിമാനങ്ങൾ പറന്നു വന്ന് ബോംബിങ് നടത്തി. അതായത് 188 വിമാനങ്ങൾ നശിച്ചു. 2335 അമേരിക്കൻ ഭടന്മാർ കൊല്ലപ്പെട്ടു. 6 അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ പേൾ ഹാർബർ ആക്രമണത്തിൽ മുങ്ങി. അത്ര ഭീകരമായ ആക്രമണം ജപ്പാന്റെ ഭാഗത്തു നിന്ന് രണ്ടാം ലോകമഹായുദ്ധവുമായി ബന്ധപ്പെട്ടുണ്ടായതിനെ തുടർന്നാണ് അമേരിക്ക ജപ്പാന് നേരെ പ്രതികാര നടപടി എന്ന നിലയിൽ ഹിരോഷിമയിലും നാഗസാക്കിയിലും അനുഭവം വിട്ടത്. അത് ലോകത്തിലെ ഏറ്റവും ഭീകരമായ ദുരന്തങ്ങളിലൊന്നാണ്. 3.5 ലക്ഷത്തോളം പേര് അപ്പം തന്നെ മരിച്ചു. പിന്നെ ലക്ഷക്കണക്കിന് ആളുകൾ ഇന്ന് പോലും റേഡിയേഷൻ്റെ തിക്തഫലങ്ങൾ അനുഭവിച്ച് ഹിരോഷിമയിലും നാഗസാക്കിയിലും ജീവിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് സമാനമായ ഒരു ആക്രമണമാണ് റഷ്യയിൽ നടന്നത് എന്നാണ് ഇപ്പോൾ ഡിഫൻസ് സൈറ്റുകളിൽ പറയുന്നത്. അതായത് റഷ്യയിലേക്ക് 4000 കിലോമീറ്റർ അകത്തേക്ക് കയറിയാണ് ആക്രമണം. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ അത് ഇപ്പം ഉക്രൈൻ മാധ്യമങ്ങൾ പറയുന്നത് വളരെ 1.5 വർഷക്കാലമായി സെലൻസ്കി നേരിട്ട് പ്ലാൻ ചെയ്ത് നടത്തിയൊരു ഓപ്പറേഷനാണ്. എങ്ങനെയാണ് ഈ ഡ്രോണുകൾ 4000 കിലോമീറ്ററുകൾ പറന്നു വന്നതെന്ന് നമ്മൾ സംശയിക്കും. അങ്ങനെയല്ല. അതായത് റഷ്യയിൽ നിന്ന് ഉക്രൈൻ റഷ്യ ഗതാഗതം ഇപ്പോഴും ഉണ്ട്, ചരക്ക് നീക്കമൊക്കെ ഉണ്ട്. അപ്പോൾ ഉക്രൈനിൽ നിന്ന് റഷ്യയിലേക്ക് പോയിരുന്ന ചില ട്രക്കുകൾ ഇവർ വാടകയ്ക്കെടുത്തു. ട്രക്ക് ഡ്രൈവർമാരറിയാം, ഈ ട്രക്കുകൾക്കകത്ത് 100 കണക്കിന് ഡ്രോണുകൾ സ്ഥാപിച്ചു. എന്നിട്ട് ഈ സ്ഫോടക വസ്തുക്കൾ നിറച്ച ഡ്രോണുകളുള്ള ട്രക്കുകൾ ഉക്രൈനിൽ നിന്ന് റഷ്യയിലേക്ക് പോയി. ഡ്രൈവർമാർ ഇതറിയാതെ ട്രക്ക് ഓടിച്ചുകൊണ്ട് പോയി. നിർദ്ദിഷ്ട സ്ഥലത്തെത്തിയപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ട്രക്കുകളുടെ മേൽക്കൂര റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് ഉക്രൈനിൽ നിന്ന് മാറ്റി. അപ്പം മുകളിലേക്ക് വാതിൽ തുറന്നു കിട്ടി. ഡ്രോണുകൾ പറന്നുപോയി ആക്രമണം നടത്തി. എവിടെ ആക്രമിച്ചത്? റഷ്യയുടെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ എയർ ബേസുകൾ ആക്രമിച്ചു എന്നാണ് പറയുന്നത്. എയർ ബേസുകൾ ആക്രമിച്ചു, 5 എയർ ബേസുകൾ ആക്രമിച്ചു എന്ന് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം ഇപ്പോൾ സമ്മതിച്ചിട്ടുണ്ട്. അതായത് മുർമസാൻക്, ഇർകുട്സ്ക്, ഇവാനോവ, റൈസാൻ, അമുർ എന്നീ എയർ ബേസുകൾ ആക്രമിക്കപ്പെട്ടു. അതിൽ മുർമൻസാക്, ഇർകുട്സ്ക് എന്ന് പറയുന്ന സ്ഥലങ്ങളിലെ വിമാനങ്ങൾ നശിച്ചു എന്ന് പറയുന്നു. വിമാനങ്ങൾ നശിച്ചു എന്ന് പറയുമ്പോൾ A-50, Tu-95, Tu-22M, Tu-95, Tu-22 എന്നൊക്കെ പറയുന്ന അവിടെ ലോങ് റേഞ്ച് ബോംബർ വിമാനങ്ങളാണ്. ഈ വിമാനങ്ങളാണ് ഉക്രൈനിലേക്ക് മിസൈൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ റഷ്യയുടെ ഏറ്റവും തന്ത്രപ്രധാനമായ വിമാനങ്ങൾ നശിപ്പിക്കപ്പെട്ടു എന്ന് റഷ്യ തന്നെ സമ്മതിച്ചിരിക്കുന്നു. അവരുടെ ഏറ്റവും കടുത്ത Tu-95 എന്നൊക്കെ പറയുന്നത് A-50 എന്ന് പറയുന്ന റഡാർ ജെറ്റ്സ് നശിപ്പിക്കപ്പെട്ടു. 40ഓളം വിമാനങ്ങൾ, റഷ്യയുടെ ഏറ്റവും തന്ത്രപ്രധാനമായ ഏറ്റവും ആധുനികമായ 40 വിമാനങ്ങൾ നശിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ റഷ്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ, റഷ്യ ആവട്ടെ സോവിയറ്റ് യൂണിയൻ ആവട്ടെ നിലവിൽ വന്നതിന് ശേഷം ഇത്ര ഭീകരമായൊരു ആക്രമണം ഏറ്റിട്ടില്ല. അപ്പോൾ അത് പുടിനെ സംബന്ധിച്ച് പുടിൻ അത് പൊറുക്കുമെന്ന് കരുതുന്നില്ല. മാത്രമല്ല, അതിപ്പോൾ ഉക്രൈൻ മാധ്യമങ്ങൾ പറയുന്നത് സെലൻസ്കി നേരിട്ട് ഈ ഓപ്പറേഷൻസ് ലൈവായി കണ്ടു എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒസാമ ബിൻ ലാദൻ്റെ അബാട്ടോബാദിലെ കൊലപാതകമൊക്കെ അന്ന് അമേരിക്കൻ പ്രസിഡന്റ് നേരിട്ട് കണ്ടു എന്ന് പറയുന്നത് പോലെ റഷ്യയുടെ ഉള്ളിലേക്ക് 4000 കിലോമീറ്റർ അകത്തേക്ക് കടന്നുവരെ ആക്രമണം നടത്താൻ ഉക്രൈന് കഴിഞ്ഞു എന്നുള്ളത് റഷ്യക്കാരെ വല്ലാതെ ഞെട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ റഷ്യയിൽ ഇനി എങ്ങനെ ജീവിക്കും എന്നുള്ള ആശങ്കയുണ്ട്. കാരണം ഉക്രൈൻ എന്ന് പറയുന്ന രാജ്യം ഏതു തരത്തിലുള്ള രീതിയും സ്വീകരിച്ച് എങ്ങനെ വേണേലും ഗറില്ല മുറകൾ എന്ന് പറയുന്നത് ഗറില്ല മുറയുടെ പുതിയൊരു രൂപമാണ്. കാരണം ഡ്രോണുകൾ പറന്നു വരികയല്ല, മിസൈലുകൾ പറന്നു വരികയല്ല. അങ്ങനെ പറന്നു വന്നാൽ റഷ്യക്ക് S-400 ഒക്കെ ഉപയോഗിച്ച് തകർക്കാൻ പറ്റും. ഇത് റഷ്യക്കകത്തേക്ക് ചരക്കുകളെന്ന് വ്യാജേന ട്രക്കുകൾ വരുന്നു. ട്രക്കുകളിൽ നിന്ന് ഇവയെ തന്ത്രപരമായി പറത്തിവിട്ട് ഈ കാമിക്കാസെ ഡ്രോണുകൾ, അത് ആത്മഹത്യാ ഡ്രോണുകൾ എന്ന് പറഞ്ഞ പോലെ സ്ഫോടക വസ്തുക്കൾ നിറച്ച ഡ്രോണുകൾ വന്ന് തന്ത്രപ്രധാനമായ എയർ ബേസുകൾ നശിപ്പിക്കുക എന്നുള്ള ആക്രമണം റഷ്യ ഒരിക്കലും ചിന്തിച്ചിട്ട് പോലുമില്ല. ഇനി റഷ്യയിൽ എങ്ങനെ സ്വൈര്യമായി ജീവിക്കാം
കഴിയും എന്നുള്ള ആശങ്ക വ്യാപകമായിട്ടുണ്ടായിട്ടുണ്ട്. അതായത് റഷ്യൻ സർക്കാരിലും പുടിനിലും ജനങ്ങൾക്കുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തുന്ന തരത്തിലേക്കാണ് ഈ ആക്രമണം മാറിയിരിക്കുന്നത്. അപ്പോൾ ഇത് റഷ്യയെ സംബന്ധിച്ച്, പുടിനെ സംബന്ധിച്ച് രാഷ്ട്രീയമായുള്ള വലിയ തിരിച്ചടിയാണ്. കാരണം രാജ്യത്തിനകത്ത് ഏതു ഭാഗത്തും ആക്രമണം നടത്താൻ ഉക്രൈന് കഴിയുന്നു എന്ന് വന്നാൽ പുടിൻ്റെ സിംഹാസനം അടകുകയാണ്, പുടിൻ്റെ കസേര അടകുകയാണ്. പുടിനെ സംബന്ധിച്ച് ജനങ്ങൾക്കുള്ളൊരു ഫെയ്ത്ത് നഷ്ടപ്പെടുകയാണ്. നേരത്തെ പുടിൻ്റെ ആണവ കാര്യത്തിൻ്റെ ചുമതലയുള്ള ഒരു സൈനിക ഉദ്യോഗസ്ഥനെ ഇതുപോലെ ഒരു ഡ്രോൺ ആക്രമണത്തിൽ, രഹസ്യ ചാവേർ ബോംബ് ആക്രമണത്തിൽ കൊല ചെയ്തിരുന്നു. അതൊരു 4-5 മാസമായിട്ടുള്ളൂ. അപ്പോൾ റഷ്യക്കകത്ത് എവിടെയും ഉക്രൈനിൽ എന്ത് റഷ്യക്ക് സാധിക്കുന്നോ അതിനേക്കാൾ ഭീകരമായി, അതിനേക്കാൾ ടാക്റ്റിക്കലായിട്ട് റഷ്യക്കകത്ത് ആക്രമണം നടത്താൻ തനിക്ക് കഴിയുമെന്ന് സെലൻസ്കി തെളിയിച്ചിരിക്കുകയാണ്. സെലൻസ്കിയെ സംബന്ധിച്ച് സ്വന്തം രാജ്യത്ത് വലിയ ക്രെഡിറ്റും പൊസിഷനും ഒക്കെ ഉറയ്ക്കും. പക്ഷേ റഷ്യയിൽ പുടിൻ വീക്കൻ ചെയ്യപ്പെടുകയാണ്. ഒരു ദുർബലനായ പുടിൻ എന്തും ചെയ്യും. അതാണിപ്പോൾ ലോകം ആശങ്കയോടെ കാണുന്നത്. അത്ഭുതമല്ല, ലോകത്തിന് അത്ഭുതമുണ്ട് എങ്ങനെ റഷ്യയുടെ സമഗ്രമായ സുരക്ഷാ സംവിധാനങ്ങളെയും ഇൻ്റലിജൻസ് സംവിധാനങ്ങളെയൊക്കെ മറികടന്ന് ഉക്രൈൻ പറയുന്നത് പോലെ 1.5 വർഷം എടുത്തു നടത്തിയ ആസൂത്രണമാണെങ്കിൽ അതിനെ എങ്ങനെ അറിയാതെ പോയി, ഇൻ്റലിജൻസ് വീഴ്ച എങ്ങനെ ഉണ്ടായി എന്നുള്ള വലിയ ഗുരുതരമായ പ്രശ്നമാണ്. റഷ്യയിൽ എന്തായാലും ഒരുപാട് തലകൾ വീഴാൻ പോവുകയാണ്. പക്ഷേ ആ കൂട്ടത്തിൽ വീഴുന്ന തലയുടെ കൂട്ടത്തിൽ സെലൻസ്കിയുടെ തലയ്ക്ക് ഈ കാര്യമായി ഇതുവരെ പുടിൻ ഉന്നം വെച്ചിരുന്നില്ല. 1-2 തവണ സെലൻസ്കിയുടെ പാലസിന് നേരെയൊക്കെയുള്ള ആക്രമണമൊക്കെ ഉണ്ടായെങ്കിൽ പോലും സെലൻസ്കിയെ ടാർഗറ്റ് ചെയ്തുള്ള ഒരു നീക്കത്തിലേക്ക് പുടിൻ നീങ്ങിയിരുന്നില്ല. ഇപ്പോൾ ഏറ്റവും രസകരമായ കാര്യം, ഇസ്താംബുളിൽ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള ചർച്ച ട്രംപ് നിശ്ചയിച്ച പോലെ നടക്കാനിരിക്കെയാണ് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഒരു വെല്ലുവിളി കൂടി ഉയർത്തി, ഞങ്ങൾ വിചാരിച്ചാലും പലതും ചെയ്യാൻ പറ്റും, പുടിനെ അങ്ങനെയൊന്നും പേടിപ്പിക്കേണ്ട, അതൊരു ഇമേജ് കൂടെ കൊടുക്കാൻ, ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണോ ഈ സെലൻസ്കി ഇങ്ങനെ ചെയ്യുന്നുള്ള ആശങ്കയുണ്ട്. ഏതായാലും ലോകം വല്ലാത്ത ആശങ്കയിലാണ്. പുടിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പുടിൻ ഇത് ഒരു തരത്തിലും പൊറുക്കാൻ കഴിയില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മളിപ്പോൾ ഇന്ത്യയിൽ തന്നെ ആവട്ടെ, ഒരു യുദ്ധം വരുന്നു, യുദ്ധത്തിൽ പരാജയപ്പെടുന്ന പ്രധാനമന്ത്രിമാർ രാജിവെക്കണമെന്നുള്ള ആവശ്യം സ്വാഭാവികമാണ്. ഇപ്പോൾ നമ്മുടെ രാജ്യം ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിൽ വലിയ വിജയം നേടിയിരിക്കുന്നു. വലിയ വിജയം നേടിയിട്ട് നമുക്ക് എന്തൊക്കെയോ ചെറിയ നഷ്ടങ്ങളുണ്ടായി എന്നുള്ള ഭംഗ്യന്തരേണയുള്ള സൂചന വരുമ്പോൾ തന്നെ ഇവിടെ പ്രതിപക്ഷം അതിന് സമാധാനം പറയണം എന്ന റെസ്പോൺസിബിൾ ആയിട്ടുള്ള നിലപാടുണ്ട്. പക്ഷേ റഷ്യയെ സംബന്ധിച്ച് റഷ്യയിൽ ഇപ്പോൾ പുടിൻ ഏകാധിപതിയാണ്, പുടിനെ ചോദ്യം ചെയ്യാൻ ആരുമില്ല, പ്രതിപക്ഷ നേതാവ് ജയിലിലാണ്, പിന്നെ വേറെ പ്രതിപക്ഷ നേതാക്കന്മാരുണ്ടായി വന്ന് അവരെ വിഷം കുത്തിവെച്ച് കൊല്ലും. ആ തരത്തിലുള്ള നിലപാടൊക്കെയാണ് റഷ്യയിലുള്ളത്. എന്നാൽ പോലും ലോകത്തെ ഒരു വലിയ നേതാവായി, വലിയ സാമ്പത്തിക തകർച്ചയ്ക്കൊക്കെ ശേഷം റഷ്യ ഇങ്ങനെ ഉയർന്നു വന്ന് വീണ്ടും അമേരിക്കക്കെതിരെ ഒരു നിലപാടെടുക്കാവുന്ന തരത്തിലേക്ക് വളർന്നു വന്നതുകൊണ്ടാണ് ട്രംപിന് പോലും റഷ്യയുമായി ഒരു സമരസപ്പെട്ട് പോകണമെന്നുള്ള നിലപാട് വന്നത്. പിന്നെ പുടിനെ സംബന്ധിച്ച് നമുക്ക് തോന്നാം, അപ്പം നേരത്തെ ചോദിച്ച പോലെ ഈ ഉക്രൈൻ ജയിക്കുകയാണോ എന്നുള്ള ചോദ്യമല്ലേ പ്രിയൻ ചോദിച്ചത്. ഉക്രൈൻ ഒറ്റയ്ക്കാണോ യുദ്ധത്തിൽ പങ്കെടുക്കുന്നത്? അല്ല, യൂറോപ്പും അമേരിക്കയും. നാറ്റോ മുഴുവനുണ്ട്. റഷ്യ യുദ്ധം ചെയ്യുന്നത് നാറ്റോയുടെയാണ്. 32 രാജ്യങ്ങളുള്ള നാറ്റോയോടും നാറ്റോയിൽ അംഗത്വമില്ലാത്ത ഉക്രൈനോടുമാണ്. 33 രാജ്യങ്ങളോടാണ് റഷ്യ യുദ്ധം ചെയ്യുന്നത്. കാരണം 33 രാജ്യങ്ങളുടെ സൈന്യമില്ലെന്നേ ഉള്ളൂ. അവരുടെ പണമുണ്ട്, അവരുടെ എക്യുപ്മെൻ്റ് ഉണ്ട്, അവരുടെ ടെക്നോളജി ഉണ്ട്, അവരുടെ ബോംബറുകളുണ്ട്, എല്ലാം ഉണ്ട്. അമേരിക്കയുടെ ഏറ്റവും തന്ത്രപ്രധാനമായ ആയുധങ്ങൾ പോലും റഷ്യക്ക് നേരെ വിക്ഷേപിക്കുന്നത്. ഇപ്പോൾ റഷ്യയുടെ പേരിൽ എന്താ ഉള്ളത്? റഷ്യയുടെ മാത്രം അല്ലേ? റഷ്യ ഒറ്റയ്ക്കാണ്. ഇപ്പോൾ വേണമെങ്കിൽ അൾജീരിയയോ ബൾഗേറിയ പോലെയുള്ള ചില രാജ്യങ്ങളൊക്കെ കൂടെ ഉണ്ടെന്ന് പറയും. നോർത്ത് കൊറിയയുടെ ചില സൈന്യത്തിൽപ്പെട്ട ചില ആളുകളൊക്കെ റഷ്യൻ സേനയുടെ കൂടെ ഉണ്ടെന്നുള്ള വാർത്ത വരികയും ചിലരെയൊക്കെ ഉക്രൈൻ പിടിക്കുകയും ചെയ്തിരുന്നു. അതിപ്പോൾ തന്ത്രപരമായി ഇപ്പം ഈ വടക്കൻ കൊറിയ, കിമ്മിൻ്റെ കൊറിയ ഞങ്ങൾ വലിയ ശക്തിയാണ്, ഇപ്പോൾ അമേരിക്ക തകർത്ത് കളയുന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവർക്ക് യുദ്ധം ചെയ്തുള്ള പരിശീലനമൊന്നുമില്ല. അപ്പോൾ ട്രെയിനിങ് കിട്ടാൻ വേണ്ടിയിട്ട് റിയൽ വാർഫീൽഡിലേക്ക് അവിടുത്തെ കുറേ സേനയെ അയച്ചുകൊണ്ടിരിക്കുക. ഒരു ബാച്ചിനെ അയക്കും, അതിൽ ചാവാത്തവരെല്ലാം ട്രെയിനിങ് കഴിഞ്ഞ് തിരിച്ചു പോകും, അടുത്ത ബാച്ച് വരും. അങ്ങനെ യുദ്ധത്തിനുള്ള ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കിം. അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ആകെ ഉള്ളത് ഈ കിമ്മിൻ്റെ കുറേ പട്ടാളക്കാർ കൂട്ടത്തിൽ വരുന്നു എന്നല്ലാതെ അതുകൂടാതെ കുറേ കൂലിപ്പട്ടാളക്കാരെ റഷ്യ ഉപയോഗിച്ചിട്ടുണ്ട്. വലിയ തോതിൽ ലക്ഷക്കണക്കിന് കൂലിപ്പട്ടാളക്കാരെ ഉപയോഗിച്ചിട്ടാണ് തുടക്കത്തിൽ റഷ്യ ഈ യുദ്ധം ചെയ്തതെങ്കിൽ ഇപ്പോൾ അത് മാറിയിട്ട് റഷ്യൻ ആർമി തന്നെ രംഗത്ത് നേരിട്ടിറങ്ങി ആക്റ്റീവായിട്ട് എൻഗേജ്ഡ് ആകുന്നുണ്ട്. പക്ഷേ എന്തായാലും നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ സാധാരണ യുദ്ധമൊക്കെ വരുമ്പോൾ നമുക്ക് കൊള്ളാം, റഷ്യ ഒന്നടിച്ചു, സെലൻസ്കി തിരിച്ചടിച്ചു, റഷ്യ 10 അടിച്ചു, ഡ്രോൺ അടിച്ചു എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ആവേശം കൊള്ളാം. കാരണം നമ്മുടെ ഇന്ത്യയിൽ പോലും ഓപ്പറേഷൻ സിന്ദൂർ നടന്നപ്പോൾ നമ്മുടെ കേരളത്തിലെ TV ചാനലുകൾ എന്താ നടത്തിയത്? ഈ വള്ളംകളി നടക്കുന്നത് പോലെ സ്കോർ കാർഡൊക്കെ വെച്ച് നമ്മളിവിടെ ആഘോഷിക്കുകയായിരുന്നു. കാരണം നമുക്ക് യുദ്ധം എന്ന് പറഞ്ഞാൽ ഒരു മത്സരമാണല്ലോ. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് റഷ്യയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രഹരമാണ്, ആത്മാഭിമാനത്തിനേറ്റ ക്ഷതമാണ്. പുടിനെ സംബന്ധിച്ച് പുടിൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നം കൂടിയാണ്. അതുകൊണ്ട് പുടിൻ എന്തു ചെയ്യും എന്നത്
വളരെ സങ്കീർണമായ കാര്യമായി. പുടിൻ ഈ പറഞ്ഞതുപോലെ നേരത്തെ പുടിൻ പറഞ്ഞിരുന്നു, ഞങ്ങളുടെ അണവായുധ നിലപാടൊക്കെ ഞങ്ങൾ മാറ്റി, ഞങ്ങൾ ആക്രമിക്കും, അണുവായുധം പ്രയോഗിക്കുന്നു പലതവണ പുടിൻ പറഞ്ഞിട്ടുണ്ട്. പുടിനെ സംബന്ധിച്ച് ഉക്രൈനിൽ ഒരു അണുവായുധം പ്രയോഗിച്ചാൽ പുടിനൊന്നും സംഭവിക്കില്ല. കാരണം റഷ്യക്ക് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് റഷ്യക്ക് കുറവാണ്. അപ്പോൾ നമ്മൾ പറയും ഇന്ത്യ പോയി പാകിസ്ഥാനിലേക്ക് ഒരു ന്യൂക്ലിയർ ബോംബ് ഇട്ടാൽ അതിൻ്റെ റേഡിയേഷൻസ് നമ്മുടെ അതിർത്തി പ്രദേശങ്ങളിലേക്കും വരാം. നമുക്ക് ഇസ്ലാമാബാദ് ആണെങ്കിലും ലാഹോർ ആണെങ്കിലും നമ്മുടെ അതിർത്തിയിൽ നിന്ന് വളരെ കുറച്ച് ദൂരമുള്ളൂ, 200 കിലോമീറ്റർ പരിധിയൊക്കെ ഉള്ളൂ. അതുകൊണ്ട് ചിലപ്പം കാറ്റൊക്കെ അടിക്കുമ്പോൾ റേഡിയേഷൻ ഇന്ത്യയിലേക്കും വരാമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ റഷ്യ ഒരു വലിയ രാജ്യമാണ്. ഏഷ്യയിലും യൂറോപ്പിലുമായി 2 ഭൂഖണ്ഡങ്ങളിലായി പരന്നു കിടക്കുന്ന രാജ്യമാണ്. ഉക്രൈനിലൊരു ആറ്റം ബോംബ് ഇട്ടാൽ ഒന്നും വരാനില്ല. ഇനി വന്നാൽ തന്നെ പുടിൻ പറയും അന്നങ്ങ് വന്നു, അത്രയേ ഉള്ളൂ. അതാണ് പുടിൻ്റെ. കാരണം ഏകാധിപതികൾക്ക് അവരുടെ ജനങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതൊന്നും പ്രധാനമല്ല. അവരെ സംബന്ധിച്ച് അവരുടെ കസേരയാണ് പ്രധാനം. അപ്പോൾ ഓൾ ഐസ് ഓൺ പുടിൻ എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ ഇപ്പോൾ ആരംഭിക്കുന്നുണ്ട്. അത് വളരെ സങ്കീർണമാണ്, ആശങ്കാജനകമാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു വാർത്ത ഇപ്പോൾ വരുന്നത്, റഷ്യ ഉക്രൈൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ലേറ്റസ്റ്റ് വന്നിട്ടുണ്ട്. റഷ്യ 2022 ഫെബ്രുവരിയിൽ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഏറ്റവും വലിയൊരു ആക്രമണം ഞങ്ങൾക്ക് നേരെ നടത്തിയിരിക്കുന്നു. 472 ഡ്രോൺസും 9 ബാലിസ്റ്റിക് മിസൈലുകളും ഞങ്ങൾക്ക് നേരെ അയച്ചിരിക്കുന്നു എന്ന് പറയുന്നു. ആ ആക്രമണത്തെ തുടർന്ന് ഉക്രൈൻ്റെ ഒരു ആർമി കമാൻഡറായ മിഖായിലോ ഡ്രാബതി അതിൻ്റെ ഈ ആക്രമണത്തിലെ പരാജയത്തിൻ്റെ വീഴ്ച ഏറ്റെടുത്ത് രാജിവെച്ചു എന്നൊരു ഒരു ലൈൻ കൂടെ ഇന്ന് വാർത്ത വരുന്നുണ്ട്. ഈ റഷ്യ തിരിച്ചടിച്ചിട്ടുണ്ട്. തിരിച്ചടിയുടെ റിസൾട്ട് വന്നിട്ടില്ല. തിരിച്ചടി എന്തായാലും മാരകമാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് അവിടുത്തെ ആർമി കമാൻഡർ രാജിവെച്ചിരുന്നു എന്നൊരു സൂചനയും വരുന്നുണ്ട്. ഏതായാലും പുടിൻ്റെ കലി എങ്ങനെ അടങ്ങുമെന്നുള്ളത് ലോകം ആകാംക്ഷയുടെ നോക്കിയിരിക്കുകയാണ്. മറ്റൊരു ഹിരോഷിമയും നാഗസാക്കിയും ഉക്രൈനിൽ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. യുദ്ധം തീരട്ടെ. ഇസ്താംബൂളിലേക്ക് വിദേശകാര്യ പ്രതിരോധ മന്ത്രി റുസ്തം ഖൊമറോവിനെ തന്നെ അയക്കുമെന്നൊക്കെ സെലൻസ്കി പറയുന്നുണ്ട്. പക്ഷേ ഇനിയുള്ള ചർച്ചയിൽ റഷ്യ പങ്കെടുക്കുമോ എന്നതുപോലും സംശയകരമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.